ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഗെയിം ചേഞ്ചർ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. 2 വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ രാംചരൺ സിനിമയാണല്ലോ ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ. നമ്മുടെ മലയാളത്തിൽ നിന്നും ശ്രീറാം കൂടി അഭിനയിച്ച, കൂടാതെ രാംചരൺ, കിയാറ അദ്വാനി, ഒപ്പം തന്നെ സമുദ്രക്കനി തുടങ്ങിയവരെല്ലാം തന്നെ ഭാഗമായ ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ അഭിപ്രായങ്ങൾ അത്ര മികച്ചതല്ലായിരുന്നല്ലോ. ഇപ്പോഴത്തെ അഭിപ്രായങ്ങളെക്കാൾ അപമാനകരമായ ഒന്ന് ഈ സിനിമയുടെ കാര്യത്തിൽ ഇന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ സംഭവിച്ചിരിക്കുകയാണ്. അത് ചിത്രത്തിന്റെ ഈ കാണുന്ന ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്ററാണ്. 186 കോടി രൂപയ്ക്ക് മുകളിലാണ് സിനിമയുടെ ആദ്യ ദിവസത്തെ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന് പറഞ്ഞ ഒരു മെഗാ തള്ളു തന്നെയാണ് മെഗാ പവർ സ്റ്റാർ കൂടിയായ രാംചരന്റെ സിനിമ നടത്തിയിരിക്കുന്നത്. 86 കോടി രൂപ പോലും സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഗ്രോസ് ഇല്ല എന്നതാണ് യഥാർത്ഥ സത്യം. 80 കോടി രൂപയായിരുന്നു സിനിമയുടെ ആദ്യ ദിവസത്തെ യഥാർത്ഥ ഗ്ലോബൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. അങ്ങനെ തെലുഗു സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ കളക്ഷന്റെ കാര്യത്തിൽ വലിയ നാണക്കേട് സിനിമ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇനി ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ, 2ാം ദിവസം കനത്ത ഇടിവ് സിനിമയ്ക്ക് കളക്ഷന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്നാണ് വിവരം. സംക്രാന്തി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണെങ്കിൽ പോലും ഇന്ന് സിനിമയ്ക്ക് 50 കോടി രൂപ പോലും ഒരുപക്ഷെ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിക്കില്ല എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ 130 കോടിയോളം രൂപ വേൾഡ് വൈഡ് ഗ്രോസ് നിലവിൽ 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി നാളെ അടുത്ത തള്ളു പോസ്റ്റർ എത്ര കളക്ഷൻ ഫിഗേഴ്സ് അടങ്ങിയ പോസ്റ്റർ ആയിരിക്കുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. സംക്രാന്തി ഫെസ്റ്റിവൽ റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് അടുത്ത 2-3 ദിവസത്തെ കളക്ഷൻ കൂടി വളരെ നിർണായകമാണ്. ഇതിനിടയിൽ നമ്മുടെ കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ, ആദ്യ ദിവസം പ്രതീക്ഷിച്ചതുപോലെ 25 ലക്ഷം കേരളത്തിൽ ഗ്രോസ് വന്ന സിനിമയ്ക്ക് ഇന്നലെ ഇതേ സമയം 12 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിൽ പരമാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. അപ്പോൾ ഇന്ന് 20 ലക്ഷത്തോളം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ 2 ദിവസങ്ങൾ കൊണ്ട് 45 ലക്ഷം കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുന്നതാണ്. സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് 1 കോടി ടച്ച് ചെയ്യുമോ എന്ന് പോലും നാം നോക്കുന്നു. കാത്തിരിക്കൂ ശങ്കർ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.